ഗായികയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമെന്ന് ആൻ ആമി. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായ ആൻ തന്റെ കരിയർ സ്വപ്നങ്ങൾ 24-മായി പങ്കുവച്ചു. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഈ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ പ്രവാസ ലോകത്തിനും അഭിമാനിക്കാനുള്ള ഒരു നേട്ടമുണ്ട്. പാച്ചുവും അത്ഭുതവിളക്കും എന്ന ചിത്രത്തിലൂടെ മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് നേടിയത് ഒരു പ്രവാസിയാണ്, ആൻ ആമി. ഇപ്പോൾ ആൻ ആമി നമ്മോടൊപ്പം ഉണ്ട്. എത്രത്തോളം സന്തോഷത്തിലാണ്? പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷത്തിലാണ്. അത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് വന്നൊരു അംഗീകാരമാണ്. അതും നാച്ചുറലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ ഇങ്ങനെ ഒരു അംഗീകാരം വരുമ്പോൾ ഹാപ്പിനെസ് ഇസ് 2-fold. അപ്പം വെരി വെരി ഹാപ്പി ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ആസ് വെൽ. ആൻഡ് ഹ്യൂജ് താങ്ക്സ് ടു കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമി, ഓൾ ദ ജൂറി മെമ്പേഴ്സ്. പിന്നെ ഇതിൽ ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള 2 പേരുകളാണ് അഖിൽ സത്യൻ ആൻഡ് ജസ്റ്റിൻ പ്രഭാകരൻ. ഈ ഒരു നേട്ടത്തിലേക്കുള്ളൊരു യാത്ര അത് എങ്ങനെയായിരുന്നു? ഞാൻ 7 വയസ്സ് മുതലാണ് പാടുന്നത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ആദ്യം പാട്ട് പഠിച്ചു തുടങ്ങുന്നത്. സിംഫണി മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് അജ്മാനിൽ ശ്യാം സാറിൻ്റെ. ഒരുപാട് ഇവിടുത്തെ കലോത്സവങ്ങളിലും ഒക്കെ പല പല എന്താ പറയുക, മാപ്പിളപ്പാട്ട് തൊട്ട് ലൈറ്റ് മ്യൂസിക്, കർണാട്ടിക് ആൻഡ് ഹിന്ദി ലൈറ്റ് മ്യൂസിക്, ഇതിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് ഷോസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ എൻ്റെ ഫാമിലി ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെപ്പോഴും കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പേരൻസ് ആണെങ്കിലും എൻ്റെ അനിയനാണെങ്കിലും. അപ്പം എൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഞാൻ ഇവിടുന്നാണ് പാട്ട് എന്നുള്ളൊരു ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നതും, അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ എന്താ പറയുക, എൻ്റെ ഒരു ഫോർമറ്റീവ് ഇയേഴ്സ് എന്ന് പറയുന്നത് ഇവിടെയാണ്. സാധാരണ ഇവിടെ പഠിച്ച കുട്ടികളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, ഈ നമ്മുടെ സാധാരണ മലയാള പാട്ടുകളൊന്നും കേൾക്കാതെ വെസ്റ്റേൺ പാട്ടുകളോടാണ്, ആ രീതിയിലാണ് താല്പര്യം. എൻ്റെ എക്സ്പോഷർ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ കൂടുതലും കേട്ടിരുന്നത് ഹിന്ദി പാട്ടുകളും മലയാളം പാട്ടുകളൊക്കെ തന്നെയാണ്. ആ ഒരു സമയത്ത് നമ്മളിവിടെ വീട്ടിലും ഒക്കെ പ്ലേ ചെയ്തിരുന്നത് കൂടുതലും പഴയ പാട്ടുകൾ, ഹിന്ദി മലയാളമൊക്കെ തന്നെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു എക്സ്പോഷർ ആ ഒരു രീതിക്ക് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു അപ്ബ്രിങ്ങിങ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഈ പാട്ടിനോടൊപ്പം ഡബ്ബിങ്ങും അതേ രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നു. എങ്ങനെയാണ് അത് രണ്ടും കൂടെ ഡബ്ബിംഗ് എന്നുള്ള മേഖലയിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് ഡബ്ബിംഗ് എന്നുള്ളതിലേക്ക് എത്തുന്നത്? വരനാവശ്യമുണ്ട് എന്നുള്ള സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നത്. കല്യാണി പ്രിയദർശന് വേണ്ടിയിട്ടാണ്. അനൂപാണ് കോൺടാക്റ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ തുടക്കം അവിടെ നിന്നാണ്, ആ പടത്തിലൂടെയാണ്. പിന്നെ ബാക്കിയെല്ലാം പിന്നെ ഞാൻ ഒരിക്കലും അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ അങ്ങനെ ഇതൊരു കരിയർ തന്നെയായി മാറും, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് വരും എന്നുള്ളതൊന്നും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് സംഭവിച്ച കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാണ്? പാട്ട് പാടുന്നതാണോ അല്ലെ ഡബ്ബിംഗ് ആ ഒരു മേഖലയാണോ? രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാട്ട് എനിക്കൊരു പ്രയോറിറ്റി തന്നെയാണ്. അതാണ് എൻ്റെ പ്രൈമറി ഫോക്കസ്. പക്ഷേ രണ്ടും ഭയങ്കര അടിപൊളിയാണ്. രണ്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ലേണിംഗ് അല്ലെങ്കിൽ ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അത് ആക്ച്വലി പാട്ടെന്ന് പറയുമ്പം എസ്പെഷ്യലി വിത്ത് റെസ്പെക്ട് ടു സിനിമ എന്നാണെങ്കിൽ നമുക്ക് ആ സിനിമയോട് അടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കുറച്ച് ലിമിറ്റഡ് ആണ്. ഡിപ്പെൻസ്, അത് പ്രോജക്റ്റിനനുസരിച്ചിരിക്കും. ചിലപ്പോൾ ജസ്റ്റ് കമ്പോസർ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ റെക്കോർഡിങ്ങിന് പോകുമ്പോൾ കമ്പോസർ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, നമ്മൾ പാടുന്നു, പിന്നെ അവിടെ അത് കഴിഞ്ഞു. ഡബ് അങ്ങനെയല്ല. ഡബ് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളുടെ പ്രോസസ്സായിരിക്കും, ഡിപ്പെൻഡിങ് അഗൈൻ ഓൺ ദ പ്രോജക്റ്റ്. ഇപ്പോൾ ക്യാരക്ടർ ഭയങ്കര ഡയലോഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് എന്നൊക്കെയാണെങ്കിൽ, എസ്പെഷ്യലി കല്യാണിക്കൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള പ്രോജക്ട്സിനൊക്കെ കുറച്ച് ദിവസം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബി എറ്റ് വരനാവശ്യമുണ്ട്, ബ്രോഡാഡി ആണെങ്കിലും ആൻ്റണി ആണെങ്കിലും, ഈ 3 പടങ്ങളിലും അത്യാവശ്യത്തിന് ഡയലോഗ്സ് ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ പോയിട്ടാണത്. ഈവൻ സീതാരാമം, അപ്പം അതിലൊക്കെ കുറച്ചധികം ഡയലോഗ് ഉള്ളതുകൊണ്ട് അങ്ങനെ പോയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു ലോങ് പ്രോസസ്സാണ്. ഓക്കെ, ഇനി പുതിയ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണുള്ളത്? ഇനി ഏത് മേഖലയിൽ കൂടുതൽ ഡബ്ബിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ പാട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനാണോ? ഇപ്പോൾ സിനിമയിൽ എനിക്ക് ഓൾറെഡി ഞാൻ ചെയ്ത എല്ലാ വർക്കും റിലീസായി കഴിഞ്ഞു. ഇനി പുതിയത് എന്തെങ്കിലും വരും എന്ന വിശ്വാസത്തിലാണ്. അപ്പോൾ അതിപ്പോൾ പാട്ടാണെങ്കിലും ഡബ്ബാണെങ്കിലും ഐ വിൽ ബി വെരി ഹാപ്പി. ആൻഡ് അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ ഫോക്കസ്, പ്രൈമറി ഫോക്കസ് അല്ലെങ്കിൽ എൻ്റെ ഗോൾ എന്ന് പറയുന്നത് എൻ്റെ മ്യൂസിക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. തീർച്ചയായും ഇനിയും കൂടുതൽ പാട്ടുകൾ മലയാളത്തിനായി നൽകാൻ അനാമിക്ക് കഴിയട്ടെ. പ്രവാസി മലയാളികൾക്ക് പ്രത്യേകിച്ചും അഭിമാനമാകാൻ സാധിക്കട്ടെ. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24.